السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الكريم وعلى آله وأصحابه الفائزين برضا الله. വേദിയിലും സദസ്സിലുമായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ഒരു പകൽ സമയം മുഴുവനും എന്ന് പറയാവുന്നതുപോലെ ഈ ഹാളിനകത്ത് ഏറെ ഗൗരവമുള്ള ഒരു പഠനത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആ നിലക്കു തന്നെയാണ് അതിനെ പറയാൻ പറ്റുള്ളൂ. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന സംസാരം ആയിട്ടല്ല ഇവിടെ നമ്മൾ കേട്ട വീഡിയോകളിലെ ഓരോ സംസാരങ്ങളും. ആയത്തുകളെയും ഹദീസുകളെയുമൊക്കെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം തന്നെയായിരുന്നു വീഡിയോകളിലൂടെ നമ്മൾ കേട്ടത്. അത്തരം സംസാരങ്ങളിൽ പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന തരത്തിൽ ചിലരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വല്ലാത്ത പ്രയാസം സൃഷ്ടിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെ നസീഹത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു വേദി നമ്മൾ ഒരുക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും അതിനെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ആരൊക്കെ നമുക്ക് എത്തിച്ചു നൽകുന്നുവോ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു തുറന്ന വേദിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു പകലിനെ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രമാണബദ്ധമായി ആത്മാർത്ഥമായി പണ്ഡിതന്മാരും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവർക്ക് മുന്നിൽ വന്നുകൊണ്ട് തനിക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാതെ, അതിനു പോലും തയ്യാറാവാതെ ഇവിടെ ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും പലർക്കും വാട്സപ്പിലൂടെ പലതും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഫിത്തിന അവിടെയും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നും നമ്മൾ കണ്ടത് എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, രണ്ട് പണ്ഡിതന്മാരും അവരുടെ അവസാന സംസാരങ്ങൾ, അവസാന സമയത്തുള്ള അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നമ്മൾ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ്. നാളെ മരിച്ചു കഴിയുന്ന സമയം അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന സമയം മുതൽ ആരും നമ്മുടെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. ഇവിടെ ആരൊക്കെയോ നമുക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമൊക്കെ തള്ളാനും പ്രോത്സാഹനം നൽകാനും ഉണ്ടായേക്കും. പക്ഷേ മലക്കുൽ മൗത്തിനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന സമയം മുതൽ നമ്മൾ ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഓർമ്മയിൽ നിന്ന് വേണം ഇത്തരത്തിലുള്ള സംസാരങ്ങളെ കൃത്യമായി നമ്മൾ വിലയിരുത്താൻ. നിങ്ങൾക്കറിയോ, മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം പൊട്ടിക്കരയാണ്. അപ്പോൾ കൂടെയുള്ള വ്യക്തികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ചെയ്ത അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും തിന്മകളെ കുറിച്ചോർത്താണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്തുള്ള മരക്കഷ്ണം വലിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ തിന്മകൾ ഈ മരക്കഷ്ണത്തേക്കാൾ നിസ്സാരമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത്, മരിക്കുന്നതിന് മുമ്പെങ്ങാനും ഈ തൗഹീദിൽ നിന്ന്, ഈ ഹിദായത്തിൽ നിന്ന്, ആ ഹിദായത്ത്, ഈ തൗഹീദ് എന്നിൽ നിന്ന് ഊരിയെടുക്കപ്പെടുമോ എന്ന ഒരു പേടി എനിക്കുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞത്. പേടിക്കണം ഞാനും നിങ്ങളും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ധാരാളമായി നടത്തിയ പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഉപരിലോകത്ത് നിന്ന് പിശാചെടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. മുന്നിലൂടെ പിന്നിലൂടെ വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ സിറാത്ത മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ എന്നാലാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം 17 തവണ നിർബന്ധമായി കൊണ്ടുമല്ലാതെയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഓരോ വിശ്വാസിയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് അള്ളാഹുവിനോട് ദിനേന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോകാൻ എളുപ്പമാണ്. തിരിച്ചു വരിക എന്നുള്ളതും ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി, അല്ലാഹുവേ നിന്റെ മതത്തിൽ നിന്ന്, നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതാ മതം പഠിച്ചവരുണ്ട്. ഇപ്പം ഇവിടെ കണ്ട ഓരോ ക്ലിപ്പുകളും അത് കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ചിരിയാണ് വരുന്നത്. കാരണം ആയത്തുകൾ, ഹദീസുകൾ അതിൻ്റെ അപ്പുറം ഇപ്പുറവും നോക്കാതെ, എന്താണ് ഇതിൻ്റെ പിന്നിലെ പശ്ചാത്തലമെന്ന് പറയാതെ, അറിയാതെ വിടുവായിത്തരം പറയുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടത് മുഴുവനും. അതിൻ്റെ കൃത്യമായ വിശദീകരണം ഷബീബ് സ്വലാഹിയും ഫൈസൽ മൗലവിയും നൽകിയപ്പോഴാണ് നമ്മളൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് പലർക്കും ബോധ്യമായിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പ്രമാണങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പ്രയാസമില്ല. പക്ഷേ പ്രമാണങ്ങൾക്കപ്പുറത്ത് പലരെയും നമ്മൾ ഈ ഒരു വിഷയത്തിൽ വലിയ ആളുകളായി കണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രയാസമുണ്ടാകും, പരാജയം സംഭവിക്കുമെന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കമാണ്. സൂചിപ്പിച്ചല്ലോ, ഇതൊരു തുടക്കമാണ്. ഇനി അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഹദീസുകളുടെ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഏതൊക്കെ പ്രവർത്തനങ്ങളുമായി ആരൊക്കെ ഇറങ്ങിയാലും അവരെയൊക്കെ പ്രമാണബദ്ധമായി കൊണ്ട് നേരിടാനുള്ള കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഇവിടം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായി ഇത്തരത്തിലുള്ള വേദികളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കുക. ഖുർആൻ പഠന ക്ലാസുകൾ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൃത്യമായി ഇവിടെ വരുന്ന ദാഇമാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാവരും ആത്മാർത്ഥമായി പങ്കാളികളാവാനും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.